ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫ് എന്ന റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ പോയമാണ്. അദ്ദേഹം തൻ്റെ മകന് കൊടുക്കുന്ന ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെയാണ് ഈ ഒരു പോയത്തിലുള്ളത്. ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നീ ഒരു പെർഫെക്റ്റ് മാനായിട്ട് മാറും. അതുപോലെ തന്നെ ഈ ഭൂമിയും അതിലുള്ളതെല്ലാം നിൻ്റേതായി മാറും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോയത്തിലോട്ട് കിടക്കാം. If you can keep your head when all about you are losing theirs and blaming it on you. എല്ലാവരും നിന്നെപ്പറ്റി കുറ്റം പറയുമ്പോഴും എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും നിനക്ക് നിൻ്റെ തല ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൽ ഓൾ മെൻ ഡൗട്ട് യു. എല്ലാവരും നിന്നെ സംശയിക്കുമ്പോഴും നിന്നിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. എന്താണത്? എല്ലാവരും നിന്നെ സംശയിക്കുമ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നീ ഒന്ന് ചെക്ക് ചെയ്യണം. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ്. നിനക്ക് കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കാത്തിരുന്ന് നീ മുഷിയരുത്. നിനക്ക് നല്ലൊരു പേഷ്യൻസ് വേണം. ഓർ ബീങ് ലൈഡ് അബൌട്ട്. എല്ലാവരും നിന്നെപ്പറ്റി കള്ളങ്ങൾ പറയുമ്പോഴും ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. നീ ഒരിക്കലും മറ്റൊരാളെപ്പറ്റി കള്ളങ്ങൾ പറയരുത്. ഓർ ബീയിങ് ഹേറ്റഡ് ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ്. എല്ലാവരും നിന്നെ വെറുക്കുമ്പോഴും നിന്നെ വെറുക്കാൻ നീ ഒരു കാരണമായി മാറരുത്. നീ കാരണങ്ങൾ ഉണ്ടാക്കരുത്. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോർ ടോക്ക് ടു വൈസ്. എന്ന് വിചാരിച്ച് നീ നല്ലൊരു മനുഷ്യനാവണം, ഇല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമാനാവണം എന്നൊന്നും പറയുന്നില്ല. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. നിനക്ക് സ്വപ്നങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, പക്ഷെ ഒരിക്കലും സ്വപ്നങ്ങൾ നിൻ്റെ മാസ്റ്ററായി മാറരുത്. അതായത് സ്വപ്നങ്ങൾക്ക് നീ അടിമപ്പെടരുത്. ഇഫ് യു ക്യാൻ തിങ്ക്, നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. പക്ഷേ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെ ഒരു എയിമാക്കി മാറ്റരുത്. നിൻ്റെ എയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നീ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. ട്രയംഫ് എന്ന് പറഞ്ഞാൽ വിജയം, ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ പരാജയം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദുരന്തം എന്നാണ് അർത്ഥം. അപ്പോൾ നിനക്ക് വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദി സെയിം. ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് എന്നാൽ മുകളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് വിജയവും പരാജയവും, അതിനെ രണ്ടിനെയും നിനക്ക് ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, if you can bear to hear the truth you have spoken, twisted by knaves to make a trap for fools. നീ പറഞ്ഞ ഒരുപാട് സത്യങ്ങൾ അതിനെ ട്വിസ്റ്റ് ചെയ്ത്, അതിനെ വളച്ചൊടിച്ച് നിന്നെ ഒരു ട്രാപ്പിൽ പെടുത്തുമ്പോൾ, നിന്നെ കെണിയിൽ പെടുത്തുമ്പോൾ, ഓർ വാച്ച് ദി തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ. നീ നിൻ്റെ ലൈഫിൽ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് അച്ചീവ്മെൻറ്റ്സും ഒരുപാട് കാര്യങ്ങളും അതൊക്കെ നിനക്ക് നഷ്ടപ്പെടുമ്പോൾ, ആൻഡ് സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ്. അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. നിൻ്റെ കയ്യിൽ ഇപ്പോഴും ടൂൾസ് ഉണ്ട്. അതായത് നിൻ്റെ ടാലൻസ് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ആ ടാലൻസ് വെച്ചുകൊണ്ട് നീ വീണ്ടും അതിനെ ബിൽഡ് ചെയ്തെടുക്കണം. ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ്. നിൻ്റെ വിജയങ്ങളെല്ലാം നിനക്ക് കുന്നുകൂട്ടി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. പിച്ച് ആൻഡ് ടോസ് ഒരു ഗെയിമാണ്. ഒന്നുകിൽ ഗെയിൻ ചെയ്യും അല്ലെങ്കിൽ ലോസ് ആവും. അങ്ങനെ ഒരു ഗെയിമിൽ നിനക്ക് അത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, രണ്ട് സംഭവിച്ചാലും കുഴപ്പമില്ല, നിനക്ക് ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആൻഡ് ലോസ്, എന്നിട്ട് എന്തായി? ആ ഒരു ഗെയിമിൽ നീ പരാജയപ്പെട്ടു, നിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്. എന്നിട്ട് നിനക്ക് ഒന്നിൽ നിന്ന് വീണ്ടും തുടങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആൻഡ് നെവർ ബ്രെത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. നിൻ്റെ നഷ്ടത്തെക്കുറിച്ച് നീ ആരോടും പറയുന്നില്ലെങ്കിൽ, നിനക്കങ്ങനെ പറയാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. നിനക്ക് നിൻ്റെ ഹാർട്ടും നെർവും എല്ലാം നഷ്ടപ്പെട്ടു, എന്നാലും നിൻ്റെ ഒരു ഊഴം കാത്ത് നിനക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഈസ് നത്തിങ് ഇൻ യു. ഇപ്പോൾ എന്താണ്? നിൻ്റെ കയ്യിലൊന്നുമില്ല, നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടു. എക്സെപ്റ്റ് ദി വിൽ വിച്ച് സേസ് ടു ദം ഹോൾഡ് ഓൺ. ഇപ്പം നിൻ്റെ കയ്യിലുള്ളത് ആകെ
നിൻ്റെ വിൽ പവർ മാത്രമാണ്. ആ വിൽ പവർ വെച്ചുകൊണ്ട് നീ നിൻ്റെ ഹാർട്ടിനോടും നെർവിനോടൊക്കെ പറയാം, ഹോൾഡ് ഓൺ, ഞാൻ തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യം. ഇഫ് യു കൺ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വിർച്യു. നിനക്ക് സാധാരണ ജനങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അത് നഷ്ടപ്പെടുത്താത്ത രീതിയിൽ അവരോട് നിനക്ക് ഇടപഴകാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓർ വാക്ക് വിത്ത് കിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ വലിയ ആൾക്കാരുടെ കൂടെ നിനക്ക് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നോർ ലോസ് ദി കോമൺ ടച്ച്. അതേസമയം തന്നെ കോമൺ മാനുമായിട്ടുള്ള ടച്ചും നിലനിർത്തണം, രണ്ടും ഒരുപോലെ കൊണ്ട് നടക്കണം. ഇഫ് നെയ്തർ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു. നിൻ്റെ ശത്രുക്കളും അതുപോലെ തന്നെ നിൻ്റെ ലവിങ് ഫ്രണ്ട്സിനും നിന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു. നിനക്ക് എല്ലാവരുമായിട്ടും കൂട്ടുകൂടാം, ബട്ട് നൺ ടു മച്ച്. പക്ഷേ ഒരു പരിധി വിടരുത്. ഇഫ് യു ക്യാൻ ഫിൽ ദി അൺഫോർഗിവിങ് മിനിറ്റ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. അതായത് നിനക്ക് സമയത്തിൻ്റെ മൂല്യം അറിയും എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു റണ്ണിങ് റേസിലൊക്കെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. അത്രത്തോളം റണ്ണിങ് റേസിലൊക്കെ നമുക്ക് അറിയാം സമയത്തിൻ്റെ ഒരു മൂല്യം എന്താണെന്നുള്ളത്. അപ്പോൾ നിനക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നീ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, യുവേഴ്സ് ഈസ് ദി എർത്ത്. ഈ ഭൂമി നിൻ്റേതാണ്. ആൻഡ് എവ്രിതിങ് ദാറ്റ് ഈസ് ഇൻ ഇറ്റ്. ഈ ഭൂമിയിലുള്ളതെല്ലാം നിൻ്റേതാണ്. ആൻഡ് വിച്ച് ഈസ് മോർ, യു വിൽ ബി എ മാൻ മൈ സൺ. അതിനെല്ലാം ഉപരി നീ ഒരു നല്ല മനുഷ്യനായി തീരും എന്നാണ് റുഡ്യാർഡ് കിപ്ലിംഗ് തൻ്റെ മകനോട് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു പോയമുള്ളത്. അടുത്തൊരു ലെസണുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.